ഞാനിപ്പോൾ ആ വാഗമൺ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മുന്നിൽ ഒരു KSRTC ബസ്സുണ്ട്. വാഗമൺ റൂട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല. ഈ കോലാഹമേട് റൂട്ടില്ല, അതായത് അയ്യപ്പൻ കോവിൽ വഴിയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ചതുരംഗപ്പാറയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ നേരെ വാഗമണിലോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അയ്യപ്പൻ കോവിൽ കോലാഹമേട് റൂട്ടാണ്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് വാഗമണിലെ ഒരു സൂപ്പർ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ ആദ്യം ഈ KSRTC ബസ് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണം. ഇതിപ്പോൾ ചെറിയ റൂട്ടാണ്, അതിപ്പോൾ വലിയ വീതിയുള്ള റോഡൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് KSRTC പോകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മൾ മൂന്നാറിന്ന് വന്നൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ മൂന്നാറിന്ന് നമ്മൾ നേരെ ചതുരംഗപ്പാറ പോയി. അതിനുശേഷം നമ്മൾ എത്തിയ കാലാവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. നേരെ അടുത്ത ലൊക്കേഷനായ ഒരു വിൻമില്ലൊക്കെയുള്ള നല്ലൊരു സൂപ്പർ ലൊക്കേഷനിൽ പോയി. അങ്ങനെ നമ്മളിപ്പോൾ തിരിച്ച് വാഗമണിൽ വന്നു. വാഗമണിൽ ഒരു നല്ല മെഡോസ് ഉണ്ട്, അതായത് നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമുണ്ട്. എന്നാണ് ഞാൻ കണ്ടത്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഏകദേശം വാഗമണ്ണ് എത്താനായി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള കാലാവസ്ഥയൊന്നല്ല. ഞാൻ കുറച്ചുകൂടി നല്ല ക്ലൈമറ്റ് പ്രതീക്ഷിച്ചു. എന്തായാലും ഇപ്പം വലിയ ചൂടില്ല, അത് തന്നെ അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ നേരത്തെ, അതായത് മുന്നേ പോയിട്ടുണ്ടായ ഒരു ട്രിപ്പായിരുന്നു. അതായത് ഇപ്പോൾ ഉള്ളൊരു ട്രിപ്പൊന്നല്ല. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം മഴയുള്ള കാലാവസ്ഥയല്ലേ. അപ്പോൾ അതിന് മുന്നേ വേനൽക്കാലത്ത് പോയ ട്രിപ്പായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്ലൈമറ്റ് കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിലായിരുന്നെങ്കിൽ അത്യാവശ്യം മഴയുണ്ടായും, നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ ഏകദേശം ആ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ നമുക്കിവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്കിനി നടന്നിട്ട് വേണം അവിടെ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് അത്യാവശ്യം നടക്കാനുണ്ട് മുകളിലോട്ട്. എന്തായാലും നമുക്കിനി നടന്നു നോക്കാം. ഞാൻ ബൈക്ക് പാർക്ക് ചെയ്ത് മുകളിലേക്ക് നടക്കുമ്പോഴേക്കും എന്നെക്കാൾ മുന്നേ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഞാൻ പറഞ്ഞില്ല, ഇത് വേനൽക്കാലത്ത് വന്നൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് കയറി വരുമ്പോഴേക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ ആരും ഉണ്ടാവില്ല, കാരണം താഴെ വണ്ടിയൊന്നും പാർക്ക് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം മുകളിലെത്തിയപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നല്ലൊരു സ്ഥലമുണ്ട്. ആ നേരെ കാണുന്നില്ല ഒരു മരമൊക്കെ ഉള്ള, അവിടെ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ വാഗമൺ എത്തിയോണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു ടോപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ വ്യൂന്ന് എല്ലാ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ നമുക്ക് ഏകദേശം കിട്ടും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഉള്ളൊരു മലയില്ല, അതുപോലെ തന്നെ വേറെയും മലകൾ മുന്നോട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് അവിടെ, ഇവിടുന്ന് നടന്നിട്ട് അവിടെ പോകേണ്ടി പോകും. നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റിയ അവസ്ഥയിലാണ് എല്ലാ മലകളും ഉള്ളത്. പക്ഷെ ആരും അങ്ങോട്ട് പോകുന്നതാണെന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്നൊക്കെ ഒന്ന് മെല്ലെ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഒരു രാവിലെയുള്ളൊരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷെ രാവിലെ അല്ല, കുറച്ച് സമയം കഴിഞ്ഞു.
അങ്ങനെ കോലാഹലമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്ന രാമക്കൽമേടാണ്. ഈ രാമക്കൽമേട് എന്ന് പറയുമ്പോൾ ഈ തമിഴ്നാടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ രാമക്കൽമേടിലാണ് ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്നതും കുറേ വിൻമില്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏകദേശം ഈ നെടുകണ്ടം, ഉടുമ്പൻചോല ആ സ്ഥലത്തൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ രാമക്കൽമേട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഓഫ് റോഡൊക്കെ ഉണ്ട് അവിടുന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങോട്ട് വരാനൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പം തമിഴ്നാട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതുവരെ ഈ സ്ഥലത്തോട്ട് വന്നിട്ടുമില്ല. അപ്പം എന്തായാലും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ട്, നമുക്ക് നോക്കാമല്ലോ. എന്തായാലും ഇവിടെ പാർക്കിംഗ് ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ മുകളിലായിരിക്കും പാർക്കിംഗ് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാധാരണ എല്ലാ വണ്ടികളും ഇതുവഴി കയറി പോകുന്നുണ്ട്. ഏതായാലും മുകളിൽ പോയി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ഥലം എങ്ങനെയുണ്ട് നോക്കാം. വണ്ടി ഇല്ല, അവിടെ പാർക്ക് ചെയ്യാം. കയറുക. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് മെല്ലെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ രാമക്കൽമേടിന് കുറച്ച് ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ ശ്രീരാമൻ സീതയെ തേടിയിട്ട് ശ്രീലങ്കയിലോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ സേതുബന്ധനത്തിന് രാമേശ്വരം തിരഞ്ഞെടുത്തത് ഇവിടെ വെച്ചാണെന്ന് പറയുന്നുണ്ട്. ശ്രീരാമൻ്റെ പാദം പതിഞ്ഞതുകൊണ്ടാണ് രാമക്കൽമേട് എന്നുള്ള പേര് വന്നതെന്നും പറയുന്നു. അങ്ങനെ രാമക്കൽമേടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിപ്പം നേരെ ഇനി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അതായത് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് തേക്കടി വഴി കമ്പത്തേക്കാണ്. തേക്കടി വഴി കമ്പത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു ചുരം. നമ്മളിപ്പോൾ ഏകദേശം ഉച്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയം ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെ ബാക്കിയുണ്ട്. അപ്പം തമിഴ്നാട്ടിൽ കമ്പം പോയിട്ട് കുറച്ച് നല്ല മുന്തിരിപ്പാടങ്ങളുണ്ട്, കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന മെയിൻ ഒരു ചുരം കൂടിയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഈ സുരുളിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ മെയിനായിട്ട് ഈ മുന്തിരിപ്പാടങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൂടെ പോകാതെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു ഷോർട്ട് കട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏതാണ് വഴി അറിയില്ല, ഒരു ഷോർട്ട് കട്ട് കണ്ടു, അതിലൂടെ അങ്ങ് എടുത്തു. ഇതിപ്പോൾ കേരളത്തിനോട് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ അതേ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ നെൽപ്പാടങ്ങൾ, തെങ്ങുകൾ, വാഴകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് കുറച്ചുകൂടെ പച്ചപ്പുള്ള തമിഴ്നാട് തന്നെയാണെന്ന് പറയാം. കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.
നമ്മൾ ഇതിനു മുന്നേ തഞ്ചാവൂർ പോയപ്പോൾ വേറൊരു തമിഴ്നാടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടുന്ന് കുറേ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി ആ ഒരു പച്ചപ്പും കാര്യമൊക്കെ ഒന്നും ഉണ്ടാവില്ല. കാരണം തമിഴ്നാടിൻ്റെ യഥാർത്ഥ ഭൂപ്രകൃതിയാണ് അങ്ങോട്ടേക്ക് പോകുമ്പോഴുണ്ടാകുന്നത്. ഇവിടെ കുഴപ്പമില്ല, നമ്മൾക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ആ മുന്തിരിപ്പാടത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഞാൻ നേരത്തെ ഒരു സ്ഥലം പറഞ്ഞില്ല, സുരുളിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ 1-2 മുന്തിരിത്തോപ്പ് കണ്ടു, പക്ഷെ അവിടെ കയറ്റി വിടുമോയെന്ന് അറിയില്ലായിരുന്നു. ആദ്യം കണ്ട സ്ഥലത്ത് നമ്മളെ കയറ്റി വിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാമതൊരു മുന്തിരിത്തോപ്പ് കണ്ടത്. അവിടെ ഞങ്ങളെ കയറ്റി വിട്ടു. നമ്മൾ കാണുന്നതിന് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, നമുക്ക് മുന്തിരിപ്പാടമൊക്കെ കണ്ടിട്ട് വരാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇവിടുന്ന് വാങ്ങുന്നതിന് വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ പൈസയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം, അല്ലാതെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. നിർബന്ധമൊന്നുമില്ല മുന്തിരി വാങ്ങണം. അങ്ങനെ മുന്തിരിപ്പാടങ്ങളൊക്കെ കണ്ട് നേരെ ഇനിയിപ്പം കേരളത്തിലൂടെ തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് കാഴ്ച കണ്ടത്, ഇവിടെ ആരോ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പോവാം. അങ്ങനെ അവിടുന്ന് തിരിച്ച് വീണ്ടും ഞങ്ങൾ ചുരം കയറി കേരളത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ നേരത്തെ വന്ന ചുരമാണ്, അതായത് തേക്കടിയിൽ നിന്ന് നേരത്തെ കമ്പത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ നേരെ തിരിച്ചിപ്പോൾ കമ്പത്ത് നിന്ന് തേക്കടിയിലോട്ട് പോകുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു സ്ഥലത്ത് പോകാനുണ്ട്. അടുത്ത് നമ്മൾ പോകുന്ന സ്ഥലം സത്രം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ സത്രത്തിൻ്റെ ഏറ്റവും മുകളിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് ചെറിയ ഓഫ് റോഡൊക്കെ ഉണ്ട്, നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. ഈ സത്രം എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ, ഇത് തേക്കടിയിലുള്ളൊരു സ്ഥലമാണ്, ഈ ഗവിക്കൊക്കെ അടുത്തുള്ളൊരു സ്ഥലം. അതായത് ശബരിമലയിൽ ഈ അയ്യപ്പനെ കാണാൻ പോകുന്നവരൊക്കെ പോകുന്ന വഴി റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ സത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം സത്രം നമ്മൾ അടുത്തെത്താറായി. ഇവിടുന്ന് അധികം ദൂരം കാണിക്കുന്നില്ല.
ആ സത്ര മീലേ പോണോ? താഴെ പോണോ? വ്യൂ പോയിന്റ് മുകളിലാണ്. വ്യൂ പോയിന്റ് ഇല്ലേ മുകളിൽ? ഈലേ പോണല്ലേ? ഓ ഈലേ പോയി എത്തൂല? ഓ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട സ്ഥലമില്ല, ഓഫ് റോഡ്, നമ്മളെ ആ ടോപ്പിലോട്ട് കയറി പോകേണ്ടത്. അപ്പം അവിടുന്ന് ഒറ്റയ്ക്കെടുത്ത് നമുക്ക് കയറി പോകാൻ പറ്റും ബൈക്ക് എടുത്തിട്ട്, പക്ഷേ രണ്ടാളെടുത്തിട്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അവിടെ ഇപ്പം കയറണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ച് നമ്മൾ നേരെ ഇനി ഇപ്പം തേക്കടിയിൽ നിന്ന് ഇനി വാഗമണിലോട്ട് പോയിട്ട് അവിടുന്ന് ഇല്ലിക്കൽ കല്ലൂടെ കണ്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ വാഗമൺ കുട്ടിക്കാനം റോഡിലാണ് ഉള്ളത്. ഇവിടുന്ന് ഇല്ലിക്കൽ കല്ലോട്ട് അധികം ദൂരമൊന്നുമില്ല. പക്ഷെ ഇല്ലിക്കൽ കല്ലിന് ഒരു ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഉണ്ടെന്ന് ഞാൻ കേട്ടത്. പക്ഷെ അതൊക്കെ ഏത് വഴി പോകണമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. പ്രശ്നം അതല്ല, ഇപ്പോൾ നല്ല വെയിലുള്ളൊരു സമയമാണ്. അപ്പോൾ അവിടേക്ക് പോയുള്ള അവസ്ഥ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇല്ലിക്കൽ കല്ലോട്ട് കയറും, അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ചു പോകും. ഇതിപ്പം നമ്മൾ വാഗമണിലോട്ട് പോകുന്ന വഴിയുള്ള ഒരു സ്ഥിരം സ്ഥലമാണ്. സ്ഥിരം എല്ലാവരും നിർത്തുന്ന ഒരു സ്ഥലം എന്ന് പറയാം. അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലം. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഏകദേശം ടോപ്പിലെത്തി. ഇപ്പോൾ ഇവിടെ കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ നട്ടുച്ചയ്ക്കും അത്യാവശ്യം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നമ്മൾ നോക്കണം.